തിരിച്ചറിഞ്ഞുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണി ഇതിലും ഭൂരിപക്ഷങ്ങളിൽ നടപ്പിലാക്കിയ ലക്ഷമാറുന്നൊരായിരമുള്ള വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച കാണിപ്പിക്കുന്നുള്ളവരെ UDF നിങ്ങളോട് വോട്ട് ചോദിക്കുന്നത് നിലമ്പൂരിന്റെ മണ്ണും മനസ്സും ഹൃദയവും തൊട്ടറിഞ്ഞ നായകൻ നിലമ്പൂരിന്റെ ആദരണീയനായ പ്രസിഡന്റ് സണ്ണി ജോസഫ് ഏട്ടൻ, അതുപോലെ തന്നെ കൺവീനർ അടൂർ പ്രകാശേട്ടൻ, നിരവധി ആളുകൾ, വിവിധ പാർട്ടികളുടെ എല്ലാ നേതാക്കന്മാരും വേദിയിലുണ്ട്. ആരുടെയും പേര് പരാമർശിക്കുന്നില്ല. ഇവിടെ നിലമ്പൂരിൽ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് എന്താണ് ഈ അവസരത്തിൽ സംസാരിക്കേണ്ടതെന്ന് എനിക്കെന്നെ അറിയില്ല. നമ്മൾ ഒരുമിച്ച് കുറേ ഇലക്ഷൻ പ്രചരണങ്ങൾ ഒരുമിച്ച് നടത്തിയതാണ് കഴിഞ്ഞ കാലത്തൊക്കെ. അത് പഞ്ചായത്തിലേക്കും മുനിസിപ്പാലിറ്റിയിലേക്കും അസംബ്ലിയിലേക്കും പാർലമെൻറ്റിലേക്കുമൊക്കെ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എന്നെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ മണ്ണിൽ ജനിച്ചവനാണ്, ഈ മണ്ണിൽ ജീവിക്കുന്നവനാണ്. എൻ്റെ ഒടുക്കവും മുക്കട്ടപ്പള്ളിയിലെ കബറിടത്തിലായിരിക്കും എന്ന് മാത്രമല്ല, ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട് എന്നോട് ചോദിച്ചവരോടൊക്കെ, എൻ്റെ പിതാവ് ആശുപത്രി കിടക്കയിൽ കിടന്ന് മരിക്കുന്നതിന് അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുന്നില്ല. സംസാരിക്കാൻ പറഞ്ഞത് മുഴുവൻ നമുക്ക് മനസ്സിലാകാത്തൊരവസ്ഥയിലേക്ക് വരെ എത്തി. മരിക്കുന്നതിന് 4 ദിവസം മുൻപ് എന്നെ അടുത്ത് വിളിച്ചു പറഞ്ഞു. പറയുന്നത് മുഴുവൻ എനിക്ക് വ്യക്തമാവുന്നില്ല. എങ്കിലും ഞാൻ ചെവി അടുത്ത് പിടിച്ചപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യം, ഞാൻ മരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ പതാക പുതക്കാൻ മറക്കരുത്. എനിക്കും പറയാൻ അത്രയേ ഉള്ളൂ. ഞാനും ഒരു കോൺഗ്രസിൻ്റെ പതാക പുതച്ചുകൊണ്ടായിരിക്കും ഇവിടെ മുക്കട്ടപ്പള്ളിയിലെ പള്ളിക്കാട്ടിലേക്ക് പോകുന്നത്. നമ്മളൊക്കെ ഒരുമിച്ച്, നമ്മളൊക്കെ അഭിമാനിച്ച കുറേ വർഷങ്ങളുണ്ട്. ഞാനും നിങ്ങൾ മാത്രമല്ല, ഈ നിലമ്പൂരിലെ മുഴുവൻ ജനങ്ങൾ രാഷ്ട്രീയത്തിലതീതമായി നീണ്ട 34 വർഷം ഇവിടെ ജനപ്രതിനിധിയായി ഇവരൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ വേഗം നടക്കാൻ രാഷ്ട്രീയത്തിലതീതമായി എവിടെയും പോയി എന്തും നമുക്ക് പറയാൻ സാധിക്കാൻ, നമ്മുടെ കരച്ചിൽ കേൾക്കാൻ ശേഷം ഇന്ന് നിലമ്പൂർ ഒരു നാഥനില്ലാതെ മുന്നോട്ട് പോവുകയാണ് എന്ന് UDFിൻ്റെ പ്രവർത്തകരെല്ലാം ഇടതുപക്ഷത്തെ കഴിഞ്ഞ 9 വർഷമായി പറഞ്ഞു. നമ്മൾ കൊണ്ടുവന്ന വികസന പദ്ധതികളൊക്കെ UDFിലുണ്ട്. ഈ കാണുന്ന ജീവിക്കുന്ന ഒരു വ്യത്യസ്തമായ നമ്മുടെ ചിരകാല സ്വപ്നമാണ്. നമ്മുടെ മക്കൾ ബാംഗ്ലൂർ